ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും ഇപ്പോൾ നിറയട്ടെ. നിരാശയുടെയും സങ്കടങ്ങളുടെയും നടുവിൽ ഒരുപക്ഷെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാകാം നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ വിശ്വസിക്കുക, ഇതൊരു യാദൃശ്ചികതയല്ല. ദൈവം നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുത പ്രാർത്ഥനയുടെ പൂർണ്ണ ഫലം ലഭിക്കുന്നതിനായി ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രവിക്കുക. പ്രാർത്ഥനയിൽ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇതിൽ പങ്കുചേരുക. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, ജോലി സംബന്ധമായ ആവശ്യങ്ങൾ, മറ്റ് ഏത് പ്രാർത്ഥനാ വിഷയങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ പേരും അതിനോട് ചേർന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ നിയോഗങ്ങൾ പരമാവധി മലയാളം ലെറ്ററിൽ എഴുതാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കുറിക്കുന്ന ഓരോ കമൻറ്റുകളും ഒരു കമൻറ്റുകളായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഇതെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നതും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. ഈ പ്രാർത്ഥന നമ്മൾ കൂട്ടായി വേണം പ്രാർത്ഥിക്കാൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹവർത്തിത്വത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, രോഗം മൂലം ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് കൂട്ടായുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഇവിടെ അർപ്പിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പണമില്ലായ്മ ഒരു മനുഷ്യനെ എത്രത്തോളം അപമാനിതനാക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എത്രയൊക്കെ അധ്വാനിച്ചിട്ടും കയ്യിൽ ഒരു രൂപ പോലും ബാക്കി നിൽക്കാത്ത അവസ്ഥ. ഒരു വശത്ത് എടുത്ത കടങ്ങൾ മല പോലെ വളർന്നു നിൽക്കുന്നു. ബാങ്കുകളിൽ നിന്നുള്ള ജപ്തി നോട്ടീസുകൾ, ബ്ലേഡ് കമ്പനിക്കാരും വ്യക്തികളും വീട്ടിൽ വന്ന് കയർക്കുമ്പോഴുണ്ടാകുന്ന നെഞ്ചിടിപ്പ്, പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ കഴിയാത്ത സങ്കടം, വീട്ടുവാടക കൊടുക്കുവാനോ മക്കളുടെ സ്കൂൾ ഫീസ് അടയ്ക്കുവാനോ വഴിയില്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ. ഇതിനെല്ലാം പുറമെ ഇന്ന് പലരെയും അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരുപാട് ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടും ഒരു ജോലി ലഭിക്കാതെ പോകുന്ന ചെറുപ്പക്കാർ, രാപ്പകൽ അധ്വാനിച്ചിട്ടും ചെയ്യുന്ന ജോലിക്ക് അർഹമായ ശമ്പളമോ അംഗീകാരമോ ലഭിക്കാത്തവർ, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവർ, വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ടും വിസയോ സാമ്പത്തികമോ ശരിയാകാതെ തടസ്സങ്ങൾ നേരിടുന്നവർ, സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി അതിൽ വലിയ നഷ്ടം സംഭവിച്ച് ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതുന്നവർ. മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ അപമാനിതനായിരിക്കാം, എന്നാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുനീർ തുള്ളികൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നിരാശപ്പെടരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ സഹായം വരുന്നത് കർത്താവിൽ നിന്നാണ്. അവിടുത്തെ ജീവനുള്ള വചനങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. യാവേൽ 2-ാം അധ്യായം 25 ദൈവം പറയുന്നു, വെട്ടുക്കിളി തിന്നുകളഞ്ഞ വർഷങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് സമൃദ്ധമായി നൽകും. അതെ, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സമ്പത്തും സമയവും ഇരട്ടിയായി തിരികെ നൽകാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. മത്തായി 6-ാം അധ്യായം 33 പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിയമാവർത്തനം 28:12 പറയുന്നു, വലിയ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പോവുകയാണ്. തക്ക സമയത്തു നിങ്ങളുടെ ദേശത്ത് മഴ പെയ്യിക്കുന്നതിനും നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കുന്നതിനുമായി കർത്താവ് ആകാശത്തിലെ തൻ്റെ സമൃദ്ധമായ ഭണ്ഡാരം നിങ്ങൾക്കായി തുറക്കും. നിങ്ങൾ പല ജനതകൾക്കും കടം കൊടുക്കും, എന്നാൽ നിങ്ങൾക്ക് ആരോടും കടം വാങ്ങേണ്ടി വരികയില്ല. ഈ വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഭവനങ്ങൾ ഇപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ആലയമായി മാറട്ടെ. കണ്ണുനീരോടെ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് മുൻപിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ഈ നിമിഷം ഈ വീഡിയോ കണ്ട് തങ്ങളുടെ ഹൃദയം നുറുകി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, സാമ്പത്തിക കാര്യങ്ങളിൽ
ഞങ്ങൾക്ക് വന്ന എല്ലാ വീഴ്ചകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പണം അനാവശ്യമായി ചിലവാക്കിയതിനും ദരിദ്രരെ സഹായിക്കാതിരുന്നതിനും സാമ്പത്തിക തിരിമറികൾ നടത്തിയതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവേ, കടബാധ്യതകൾ കൊണ്ട് ശ്വാസം മുട്ടുന്ന ഈ മക്കളുടെ മേൽ അങ്ങ് കനിയണമേ. ബാങ്ക് ലോണുകൾ, വീട് വയ്ക്കാനെടുത്ത ലോണുകൾ, വിദ്യാഭ്യാസ വായ്പകൾ, ചിട്ടി ബാധ്യതകൾ എന്നിവ കൊടുത്തു തീർക്കാൻ സ്വർഗം അത്ഭുത വഴികൾ തുറക്കട്ടെ. ജപ്തി ഭീഷണികളിൽ നിന്ന്, അപമാനങ്ങളിൽ നിന്ന് അങ്ങ് ഈ മക്കളെ രക്ഷിക്കണമേ. തടസ്സപ്പെട്ടു കിടക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. തിരികെ കിട്ടാനുള്ള പണം അത്ഭുതകരമായി തിരികെ ലഭിക്കാൻ അങ്ങ് ഇടയാക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ, തൊഴിലില്ലാതെ വലയുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്ത് നിരാശരായവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കട്ടെ. പഠിച്ചതിന് അനുസരിച്ചുള്ള നല്ലൊരു ജോലി അങ്ങ് ഇവർക്ക് നൽകണമേ. ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറി അവിടെ അങ്ങയുടെ സമാധാനം നൽകണമേ. പ്രമോഷനും ശമ്പള വർധനവും തടസ്സപ്പെട്ടവർക്ക് അത് ലഭിക്കാൻ അങ്ങ് കൃപ ചെയ്യണമേ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസയും മറ്റ് പേപ്പറുകളും പെട്ടെന്ന് ശരിയാകുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, തകർന്നു പോയ ബിസിനസ്സുകളെയും അങ്ങ് വീണ്ടെടുത്ത് നൽകണമേ. കച്ചവട സ്ഥാപനങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയും ലാഭമുണ്ടാകാൻ സഹായിക്കുകയും ചെയ്യണമേ. ദാരിദ്ര്യത്തിൻ്റെയും കടത്തിൻ്റെയും എല്ലാ അന്ധകാര ശക്തികളെയും ഈശോയുടെ ജീവനുള്ള നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ മേൽ, ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ മേൽ, ഇവരുടെ അധ്വാനത്തിൻ്റെ മേൽ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹം പകരണമേ. കർത്താവേ, അങ്ങയോട് ചോദിച്ചാൽ തീർച്ചയായും ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ അർപ്പിച്ച ഈ പ്രാർത്ഥനകൾ അങ്ങ് കേട്ടതിനായി നന്ദി. കടക്കാരൻ എന്ന വിളിപ്പേരിൽ നിന്ന് ഈ മക്കളെ അങ്ങ് എന്നേക്കുമായി വിടുവിച്ചതിനായി സ്തുതിക്കുന്നു. ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉയർച്ചകളുണ്ടാകാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മേ, അമലോത്ഭവ മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ കുറവുകൾ നികത്താൻ ഈശോയോട് ആവശ്യപ്പെട്ടതുപോലെ ഈ മക്കളുടെ സാമ്പത്തിക കുറവുകൾ മാറ്റാൻ ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും.